ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ 6 ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം. ചില ക്വസ്റ്റ്യൻസിന് AB ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സോ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഒബ്സർവ് ദി ഫുഡ് ചാർട്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഫുഡ് ചാർട്ട് നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്താണ്? റൈസ്, വീറ്റ് ആണ്. പിന്നെ ഫിഷ്, മീറ്റ് വരുന്നുണ്ട് 20%. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് 10 മിൽക്ക് പ്രൊഡക്ട്സ് 5 അതേഴ്സ് 5. The food chart shows the proportion of different food items included in a family's weekly diet in our locality. നമ്മുടെ നാട്ടിലെ ഒരു ഫാമിലി അവരുടെ ഒരാഴ്ചയിലെ അവരുടെ ഫുഡ് ഐറ്റംസിൻ്റെ അളവാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അവൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കിയേ, വിച്ച് ഫുഡ് ഐറ്റം ഈസ് ഇൻക്ലൂഡഡ് ദി മോസ്റ്റ് ഇൻ ദി ഡയറ്റ്. ഈ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്താണ്? ഏറ്റവും കൂടുതൽ 60% ഉള്ളത് റൈസ് ഓർ വീറ്റ് ആണ്. സോ അതാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാം, റൈസ് ഓർ വീറ്റ് എന്നാണ്. അതാണ് എഴുതേണ്ടത്. ആർ ദി പ്രൊപ്പോർഷൻസ് ഓഫ് ദി ഫുഡ് ഐറ്റംസ് അപ്രോപ്രിയേറ്റ്? വൈ? ഈ ഒരു ഫുഡിൻ്റെ അളവുകൾ അപ്രോപ്രിയേറ്റ് ആണോ, ശരിയാണോ, എന്തുകൊണ്ട് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു ചാർട്ട് ശ്രദ്ധിച്ച് നോക്കുകയും. ഇവിടെ ഏറ്റവും കൂടുതൽ റൈസ്, വീറ്റ്, കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ 10 ഏറ്റവും കുറഞ്ഞ അളവിലേ വരുന്നുള്ളൂ. വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ അതായത് കുറഞ്ഞ അളവിലേ വരുന്നുള്ളൂ. പിന്നെ മിൽക്ക് പ്രൊഡക്ട്സും ഒക്കെ ചെറിയൊരു അളവിൽ 5% മാത്രമേ വരുന്നുള്ളൂ. സോ ഇത് നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ല എന്ന് പറയാം. നമ്മുടെ ആൻസർ നോ. ദി പ്രൊപ്പോർഷൻസ് ഓഫ് ദി ഫുഡ് ഐറ്റംസ് ആർ നോട്ട് അപ്രോപ്രിയേറ്റ്. നൽകിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജിലല്ല ഉള്ളത്. റൈസ്, വീറ്റ് ഫോം 60% വിച്ച് ഈസ് ടു മച്ച്, while fruits and vegetables are only 10% and milk products are only 5%. Balanced diet should contain different food groups in proper proportions to provide carbohydrate, proteins, fats, vitamins and minerals. നമ്മുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ്സും വിറ്റമിൻസും മിനറൽസും ഒക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അളവിൽ നമ്മൾ എടുക്കണം. C question, what are the main changes that should be made to families' food habits? ഈ ഫാമിലിയുടെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ മാറ്റം, ചേഞ്ചസ് എന്താണെന്നാണ് ചോദിച്ചത്. റൈസിൻ്റെയും വീറ്റിൻ്റെയും അളവ് കുറയ്ക്കുകയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്ക് പ്രൊഡക്ട്സും ഒക്കെ പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഫിഷ്, മീറ്റ്, പൾസസ് ഒക്കെ ഇവരുടെ ഫുഡ് ഡയറ്റിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് എഴുതാം, ദ ഫാമിലി ഷുഡ് റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് റൈസ് ആൻഡ് വീറ്റ് ആൻഡ് ഇൻക്ലൂഡ് മോർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക് പ്രൊഡക്ട്സ് ആൻഡ് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ലൈക്ക് ഫിഷ്, മീറ്റ് ആൻഡ് പൾസസ്. They should follow a balanced diet with different food items in proper proportions. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ്, ഏതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. ഇനി ഒന്നിലെ B ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. B ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദി ഫുഡ് ഹാബിറ്റ്സ് ഓഫ് 3 ചിൽഡ്രൻ ആൻഡ് ദി ഡിഫിക്കൽറ്റീസ് ദേ ഹാവ്. ഇവിടെ താഴെ 3 ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ് നൽകിയിട്ടുണ്ട്, അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് അനു ആണ്. അനുവിനുള്ള അസുഖങ്ങൾ കോൺസ്റ്റിപ്പേഷനും സ്റ്റൊമക്ക് ഏക്കുമാണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വയറിനുള്ള ഒരു അസുഖമാണ്. സ്റ്റൊമക്ക് ഏക്ക് വയറുവേദന. അവർ കഴിക്കുന്ന ഫുഡ് ഈറ്റ് റൈസ് ആണ്, അരി, ചോറ്, ഫിഷ്, മീറ്റ്, എഗ്ഗ്, മിൽക്ക് എക്സെട്ര ആണ്. അടുത്തത് ബിനുവിന് ഒബിസിറ്റിയും സ്റ്റൊമക്ക് ഏക്കും ഉണ്ട്. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണാണ്. പിന്നെ സ്റ്റൊമക്ക് ഏക്കും. കഴിക്കുന്നത് ഫ്രൈഡ് ഐറ്റംസ്, പൊരിച്ച ഫുഡ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. പിന്നെ മീറ്റ്, എഗ്ഗ്, മിൽക്ക് എക്സെട്ര. അടുത്തത് ദീപയാണ്. ദീപയ്ക്ക് കോൺസ്റ്റിപ്പേഷനും ഇൻഫെക്ഷനും ആണുള്ളത്. ലെസ് ഇൻടേക്ക് ഓഫ് വാട്ടർ, വെള്ളം കുറച്ചാണ് കുടിക്കുന്നത്. ഡസൻറ്റ് ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. A ചോദ്യം, വിച്ച് ഫുഡ് ഐറ്റം വാസ് മിസ്സിംഗ് ഫ്രം ഓൾ ദി 3 ചിൽഡ്രൻസ് ഡയറ്റ്? ഈ 3 ആൾക്കാരുടെയും ഡയറ്റിൽ നിന്ന് ഏത് ഫുഡ് ഐറ്റം ആണ് മിസ്സായിട്ടുള്ളത്? 3 ആൾക്കാരിലും ഇല്ലാത്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. പഴവും പച്ചക്കറിയും ആണ് ഇല്ലാതുള്ളത്. സോ നമുക്ക് എഴുതാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന്. ഈ
question, what advice should be given to Binu to improve his food habits? ബിനുവിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, നിർദ്ദേശിക്കാനുള്ളത്? എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദി അഡ്വൈസ്. ഇതിനുള്ള കാരണവും നിങ്ങൾ പറയണം. ബിനുവിൻ്റെ ഡയറ്റ് നിങ്ങൾ നോക്കിക്കേ. ബിനു ധാരാളമായിട്ട് ഫ്രൈഡ് ഐറ്റംസ് ആണല്ലേ കഴിക്കുന്നത്. അത് ഹെൽത്തിന് നല്ലതല്ല. അതിൻ്റെ ധാരാളം അത് കഴിച്ചിട്ടാണ് ഒബേസിറ്റി, അമിതവണ്ണവും സ്റ്റൊമക്ക് ഒക്കെ വരുന്നത്. സോ നമുക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു ഫുഡ് ഡയറ്റിൽ നിന്ന് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഡയറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ആക്കുക. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. യു ഷുഡ് റെഡ്യൂസ് ഈറ്റിംഗ് ഫ്രൈഡ് ഫുഡ്സ് ആൻഡ് ഇൻക്ലൂഡ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ഹിസ് ഡയറ്റ്. ബിനു ഈ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് കുറയ്ക്കുകയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കുകയും വേണം. ഹി ഷുഡ് ആൾസോ ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ആവശ്യത്തിനുള്ള വെള്ളവും കുടിക്കണം. ഫ്രൈഡ് ഫുഡ്സ് കണ്ടെയ്ൻ മോർ ഫാറ്റ്. ഫ്രൈഡ് ഫുഡ്സിൽ കൂടുതൽ ഫാറ്റ്, കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് മേ ലെഡ് ടു ഒബേസിറ്റി ആൻഡ് സ്റ്റൊമക് പ്രോബ്ലംസ്. ഇത് ഒബേസിറ്റിക്ക്, അമിതവണ്ണത്തിനും വയറിനുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത് സി ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദീപാസ് ഫുഡ് ഹാബിറ്റ്സ്. ദീപയുടെ ഫുഡ് ഹാബിറ്റ്സിൽ കൊണ്ടുവരേണ്ട മാറ്റത്തിനെ കുറിച്ച് പറയാനാണ്. ദീപയുടെ ഫുഡ് ഡയറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ദീപ കുറച്ച് വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. ലെസ് ഇൻടേക്ക് ഓഫ് വാട്ടർ ആണ്. പിന്നെ ഡസൻറ്റ് ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പഴവും പച്ചക്കറികളും തീരും തന്നെ കഴിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അവർക്ക് കോൺസ്റ്റിപ്പേഷനും ഇൻഫെക്ഷനും ഉണ്ട്. സോ നമുക്ക് പറയണം ധാരാളം വെള്ളം കുടിക്കണം, പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം, ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. നമുക്ക് എഴുതാം ദീപ ഷുഡ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ദീപ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കണം. ആൻഡ് ഇൻക്ലൂഡ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ഹെർ ഡയറ്റ്. കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഷീ ഷുഡ് ആൾസോ ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു ബാലൻസ്ഡ് ഉള്ള ഡയറ്റാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. ദീസ് ചേഞ്ചസ് ക്യാൻ ഹെൽപ്പ് പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇൻഫെക്ഷൻ. ഇത് കോൺസ്റ്റിപ്പേഷനും ഇൻഫെക്ഷനും ഒഴിവാക്കും. ഒന്നിലെ ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. എയും ബിയും ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ ബി ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. സോ നിങ്ങൾ ഈസി ആയിട്ടുള്ളത് ഏതാണോ അതാണ് ഓർ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദി ഇൻഫോർമേഷൻ ഈസ് കറക്റ്റ്. താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ നിരീക്ഷിച്ചിട്ട് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ആദ്യം വൈറ്റമിൻസിൻ്റെ ഒരു കോളം നൽകിയിട്ടുണ്ട്. പിന്നെ ഡെഫിഷ്യൻസി ഡിസീസസ് നൽകിയിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് മൗത്ത് അൾസർ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വൈറ്റമിൻ എയുടെ കുറവ് കാരണം നമ്മൾ കഴിക്കേണ്ട ഫുഡ്സ് അവിടെ നൽകിയിട്ടുണ്ട്. ഭക്ഷണം ഗൂസ്ബെറി, ലെമൺ ആണ്. അടുത്ത വൈറ്റമിൻ ബി, സ്കർവി ഉണ്ടാകുന്നുണ്ട്. ഫിഷും ക്യാരറ്റും ആണ് കഴിക്കാൻ പറയുന്നത്. അടുത്ത വൈറ്റമിൻ സിയുടെ കുറവ് കാരണമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. ബ്രൗൺ റൈസും സ്പിനച്ചും ആണ് കഴിക്കാൻ നിർദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീകൺസിഡർ ദി ചാർട്ട് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസസ് കോസ്ഡ് ബൈ ദി ലാക്ക് ഓഫ് വിറ്റമിൻ എ, സി ആൻഡ് ഫുഡ്സ് ദാറ്റ് ഷുഡ് ബി ഈറ്റൻ ടു ഓവർകം ദം. എ, ബി, സി എന്നീ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസസും അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസിൻ്റെതും ഈ ഒരു ചാർട്ട് വേറെ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 18 നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. വൈറ്റമിൻ ബിൻ്റെതാണ് ഗ്ലോസിറ്റ്സ്, അൾസർ. വൈറ്റമിൻ സി ആണ് ബ്ലീഡിംഗ് ജെം, അതായത് സ്കർവി. പിന്നെ വൈറ്റമിൻ ഡി ആണ് റിക്കറ്റ്സ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ചാർട്ട് തെറ്റാണ്. അത് തിരുത്തി നിങ്ങൾ ഇങ്ങനെ വൈറ്റമിൻ എ, ബി, സിൻ്റെത് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, ഡീൻ്റെത് എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല നിങ്ങളോട് ഫുഡ് ഐറ്റംസ് എഴുതാൻ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 16 ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വൈറ്റമിൻസും അതിനാവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എഴുതിയ ഒരു കോളം ഉണ്ട്. അതാണ് അതിൽ നോക്കിയിട്ട് ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് എഴുതാം. വിറ്റമിൻ്റെ എന്റെ കുറവിന് നമ്മൾ കഴിക്കേണ്ടതാണ് ഫിഷ്, ക്യാരറ്റ്. ബീൻ്റെതാണ് മട്ട, റൈസ്, സ്പിനച്ച്. സീൻ്റെതാണ് ഗൂസ്ബെറി, ലെമൺ. ഇവിടെ ഓരോ വിറ്റമിൻസും ഏത് ഫുഡ് ഐറ്റംസ് കഴിച്ചാലാണ് ഉണ്ടാവുക എന്നും നിങ്ങൾ പഠിച്ചു വെക്കണേ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ടേബിൾ മാറ്റി തിരുത്തി എഴുതാനാണ്. നമുക്ക് എഴുതാം. ആദ്യം വിറ്റമിൻ എ ആണ്. ഡെഫിഷ്യൻസി ഡിസീസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് വരുന്നത്. ഫുഡ്സ് ഫിഷ്, ക്യാരറ്റ്, പംകിൻ, പപ്പായ ആണ്. അടുത്ത വിറ്റമിൻ ബി, ഗ്ലോസിറ്റിസ്, മൗത്ത് അൾസർ ആണ് രോഗം വരുന്നത്. മട്ട, റൈസ്, സ്പിനച്ച്, എഗ്ഗ്, മിൽക്ക് ഒക്കെയാണ് നമ്മൾ വിറ്റമിൻ ബിക്ക് വേണ്ടിയിട്ട് കഴിക്കേണ്ടത്. അടുത്ത വിറ്റമിൻ സിയുടെ മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. ഗൂസ്ബെറി, ലെമൺ, ഓറഞ്ച്, ഗ്വാവയാണ് നമ്മൾ കഴിക്കേണ്ടത്.
ടേബിൾ നമ്മൾ തിരുത്തി എഴുതിയിട്ടുണ്ട്. അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ സിംറ്റം ഓഫ് ദി ഡെഫിഷ്യൻസി ഡിസീസസ് സ്കർവി. സ്കർവിയുടെ ഒരു സിംറ്റം, ഒരു ലക്ഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്കർവിയുടെ സിംറ്റം ആണ് ബ്ലീഡിംഗ് ഗംസ്, മോണയിൽ നിന്നുള്ള രക്തസ്രാവം. സി ക്വസ്റ്റ്യൻ ആണ്, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തെഴുതാനാണ്. ഓപ്ഷൻ എ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ കനോട്ട് സീ അറ്റ് നൈറ്റ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് രാത്രിയിൽ ഒരാൾക്ക് കണ്ണ് കാണാൻ കഴിയില്ല എന്ന അവസ്ഥയാണ്. ശരിയാണല്ലേ? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് രാത്രിയിലും ഇരുട്ടുള്ള സമയത്തും ആളുകൾക്ക് കാഴ്ചയിലും മങ്ങലുണ്ടാവുക, കാണാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്കാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ശരിയാണ്. ബി നോക്കിക്കേ, എ പേഴ്സൺ വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ക്യാൻ സീ ഇൻ ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ, നല്ല വെളിച്ചത്തിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് കാണാൻ കഴിയും. അതും ശരിയാണ്, ബിയും ശരിയാണ്. സി, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ കനോട്ട് സീ ഡ്യൂറിങ് ദി ഡേ ടൈം. ഡേ ടൈമിൽ കാണാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. ഡി, എ പേഴ്സൺ വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് കനോട്ട് സീ ഇൻ ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റിലും ഈ ഒരു നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് കാണാൻ കഴിയില്ല എന്നാണ്. അതും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് എ ഓപ്ഷനും ബി ഓപ്ഷനുമാണ്. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യനുമാണ്. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, എയും ബിയും ഉണ്ട്. ആദ്യം എ ക്വസ്റ്റ്യൻ നോക്കാം. What will happen if iron filings are sprinkled is on a bar magnet? With the help of a picture, illustrate how the iron filings stick to the bar magnet. Mark the poles of the bar magnet you have drawn. ബാർ മാഗ്നറ്റിൻ്റെ അവിടെ ഈ ഒരു അയൺ ഫൈലിങ്സ് നമ്മൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ്. എങ്ങനെയാണ് ബാർ മാഗ്നറ്റിൻ്റെ രണ്ട് അറ്റത്തേക്കും ഈ അയണിൻ്റെ ഫൈലിങ്സ്, അയൺ ഫൈലിങ്സ് എന്ന് പറഞ്ഞാൽ അയണിൻ്റെ പൊടികൾ, ഇരുമ്പ് പൊടികൾ എന്താണ് രണ്ട് അറ്റത്തേക്കും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഒരു ബാർ മാഗ്നറ്റിൻ്റെ പോൾസ് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോർത്ത് പോളും ഒന്ന് സൗത്ത് പോളും ആയിരിക്കും. ആയി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഒന്ന് നോർത്ത് പോളും ഒരു സൈഡ് സൗത്ത് പോളും ആയിരിക്കും. ഫീലിങ്സ് കൂടുതലായിട്ടും നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കുമാണ് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നടുവിലേക്ക് കുറച്ച് മാത്രമാണ് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇതിന്റെ നോർത്ത് പോളിലും സൗത്ത് പോളിലാണ് അട്രാക്ഷൻ കൂടുതൽ. അടുത്തത്, ഗിവൺ ബിലോ ആർ ദി പിക്ചേഴ്സ് ഓഫ് ടു ഒബ്ജക്റ്റ് എ ആൻഡ് ബി. ഇവിടെ എ എന്നും ബി എന്നും രണ്ട് ഒബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, ദ ഒബ്ജക്റ്റ് എ അട്രാക്ട്സ് എ ബാർ മാഗ്നറ്റ്. ഇവിടെ പറയാണ് ഒബ്ജക്റ്റ് എ ഒരു ബാർ മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ദി ഒബ്ജക്റ്റ് ബി ഈസ് റിപ്പൽഡ് ബൈ വിത്ത് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റുമായിട്ട് റിപ്പൽ ആണ് ഒബ്ജക്റ്റ് ബി ചെയ്യുന്നത്. അവിടെ ആകർഷണം നടക്കുന്നില്ല, വികർഷണമാണ് നടക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് എയിൽ അവിടെ അട്രാക്ഷൻ ആണ്, പക്ഷെ ഒബ്ജക്റ്റ് ബിയിൽ അവിടെ റിപ്പൾഷൻ ആണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറയാണ് എ ക്യാൻ ബി എ മാഗ്നറ്റ്. എ ഒരു മാഗ്നറ്റ് ആവാം. ഇവിടെ പറയുന്നുണ്ട് എ ഒരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആകർഷിക്കുന്നു, അട്രാക്ഷൻ ഉണ്ടാവുന്നു പറയുന്നുണ്ട്. സോ എ ചിലപ്പോൾ ഒരു മാഗ്നറ്റ് ആവാം അല്ലേ? ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അട്രാക്റ്റ് ചെയ്യും. സോ എ ഒരു മാഗ്നറ്റ് ആവാം. അടുത്തത് പറയാണ് ബി ക്യാൻ ബി എ മാഗ്നറ്റ്. സ്റ്റേറ്റ്മെന്റിൽ പറയാണ് ബി ക്യാൻ ബി എ മാഗ്നറ്റ്. ബി ഒരു മാഗ്നറ്റ് ആവാം എന്ന്. ഇവിടെ മുകളിൽ നൽകിയിട്ടുണ്ട് ബി ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ റിപ്പൾഷൻ ആകുമെന്ന്. സോ ഒരു ബി ഒരു മാഗ്നറ്റ് ആണെങ്കിൽ അതൊരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ റിപ്പൾഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലേ? സെയിം പോൾസ് ആണ് അടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ റിപ്പൾഷൻ നടക്കും. അതുകൊണ്ട് തന്നെ ബി എന്താണ്? മാഗ്നറ്റ് ആവാം. അത് ബി മാഗ്നറ്റ് ആവാം എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത സി പറയാണ് എ ക്യാൻ ബി അയേൺ ബാർ. എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഒരു അയേൺ ബാർ ആവാം, ഒരു ഇരുമ്പ് കഷ്ണമാവാം അല്ലേ? കാരണം ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അട്രാക്ഷൻ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അയേൺ ബാർ ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അട്രാക്ഷൻ നടക്കുന്നില്ലേ? സോ എ ഒരു അയേൺ ബാർ ആവാം എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത ലാസ്റ്റത്തെ ഡി ഓപ്ഷൻ ആണ് ബി ക്യാൻ ബി ആൻ അയേൺ ബാർ. ബി ഒരു അയേൺ ബാർ ആവാം എന്നാണ്. ഇല്ല, കാരണം അയേൺ ബാർ ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും റിപ്പൾഷൻ നടക്കുന്നില്ല. ഇവിടെ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ റിപ്പൾഷൻ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. സോ ബി പറഞ്ഞത് ഒരു അയേൺ ബാർ ആവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ ഓപ്ഷന് തെറ്റാണ്.
അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദി മാഗ്നറ്റ്സ് ഗിവൺ ഇൻ ദി പിക്ചർ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. താഴെ കൊടുത്തിട്ടുള്ള മാഗ്നറ്റ് തിരിച്ചറിഞ്ഞ് അവരുടെ പേരുകൾ എഴുതാനാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പല ഷേപ്പുള്ള മാഗ്നറ്റും അതിൻ്റെ പേരും നൽകിയിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ നൽകിയിട്ടുള്ളത് പിക്ചർ 1 ഏത് ടൈപ്പ് മാഗ്നറ്റ് ആണ്? ഡിസ്ക് മാഗ്നറ്റ് ആണ്. രണ്ടാമത്തത് യു മാഗ്നറ്റ് ആണ്. നിങ്ങൾക്ക് പേജ് നമ്പർ 30 പല ഷേപ്പിലുള്ള മാഗ്നറ്റും അതിൻ്റെ പേരും നൽകിയിട്ടുണ്ട്. ഇതിലേതും നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് 3 ബി ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി പിക്ചർ. താഴെ നിങ്ങൾക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട്, അത് നിരീക്ഷിക്കുക. ഫ്രിഡ്ജിൻ്റെ പിക്ചർ ആണല്ലേ നൽകിയിട്ടുള്ളത്. റൈറ്റ് എ സിറ്റുവേഷൻ വേർ ദി മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്. ഈ ഡിവൈസിൽ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള സാഹചര്യം എഴുതാനാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഡോറിൽ എന്താണ് മാഗ്നറ്റ് ഉപയോഗിക്കുമല്ലേ? ഫ്രിഡ്ജിൻ്റെ ഡോറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കുറച്ച് അടുത്തേക്ക് കൊണ്ടുവന്നാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അടിയും അല്ലേ? അതെന്തുകൊണ്ടാണ്? അവിടെ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ദി മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി റെഫ്രിജറേറ്റർ ഡോർ ടു കീപ്പ് ഇറ്റ് ടൈറ്റ്ലി ക്ലോസ്ഡ്. അത് നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് അനദർ സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് വെർ മാഗ്നറ്റ് ഈസ് യൂസ്ഡ്. നമ്മൾ ഡെയിലി ദിവസവും മാഗ്നറ്റ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യം എഴുതാനാണ്. നമ്മുടെ ഹാൻഡ് ബാഗ് ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയോ സ്പീക്കറിൽ മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 സിറ്റുവേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ എ ഹാൻഡ് ബാഗ് ടു ക്ലോസ് ഇറ്റ്. മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ എ സ്പീക്കർ. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ഗിവൺ ടേബിൾ. താഴെ നിങ്ങൾക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്, അത് നിരീക്ഷിക്കുക. ചൂസ് ദി കറക്റ്റ് പിക്ചർ ആൻഡ് നെയിം ഓഫ് ദി മാഗ്നറ്റ് ഫ്രം ദി ഓപ്ഷൻസ് ബിലോ. എന്നിട്ട് ശരിയായിട്ടുള്ള ചിത്രത്തിന് നേരെ ശരിയായിട്ടുള്ള അതിൻ്റെ പേര് തിരഞ്ഞെടുത്ത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം മാഗ്നറ്റിക് ബാർ എന്നാണ് നൽകിയിട്ടുള്ളത്. ഈ 3ാമത്തെ പിക്ചറിലുള്ളതാണ് മാഗ്നറ്റിക് ബാർ. മാഗ്നറ്റിക് നീഡിൽ 1ാമത്തതാണ്. മാഗ്നറ്റിൽ റിങ് 2ാമത്തതാണ്. 4ാമത്തത് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് 5ാമത്തെ പിക്ചറാണ്. അടുത്തത് ഡി. ഡിസൈൻ എ ഡിവൈസ് ഓർ സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് സോൾവ് എ പ്രോബ്ലം ബൈ യൂസിങ് ദി properties of a magnet or an electromagnet. Draw a picture of it and explain the use. അവിടെ ഒരു ഹിന്റ് നൽകിയിട്ടുണ്ട്. ടു സെപ്പറേറ്റ് മെറ്റൽ ഒബ്ജക്റ്റ് ഫ്രം ഗാർബേജ് ഓർ വാട്ടർ ബോഡീസ്. ഗാർബേജിൽ നിന്ന് മെറ്റൽ ഒബ്ജക്ട്സ് വേർതിരിക്കാനായിട്ടുള്ള ഒരു ഉപകരണം വരയ്ക്കാനാണ്, അതിൻ്റെ ചിത്രം വരയ്ക്കാനും അതിൻ്റെ ഉപയോഗം എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു മാഗ്നറ്റിൻ്റെ സെപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗാർബേജിൽ നിന്ന് മെറ്റലായിട്ടുള്ള ഒബ്ജക്റ്റ് വേർതിരിക്കാൻ പറ്റും. കാരണം മാഗ്നറ്റ് അതിലേക്ക് വെക്കുമ്പോൾ മെറ്റലായിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ ഈ മാഗ്നറ്റിലേക്ക് ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ നമുക്ക് മെറ്റൽസ് വേർതിരിക്കാൻ കഴിയുന്നതുമാണ്. ഒന്നുകൂടി പറയാം, നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് മാഗ്നറ്റിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷത ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉപകരണം വരയ്ക്കാനാണ്. ഉപകരണം എന്തിനാണ്? ഗാർബേജിൽ നിന്നും മെറ്റൽ ഒബ്ജക്റ്റ്, ഇരുമ്പിൻ്റെ ഒബ്ജക്റ്റ് വേർതിരിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ്. സോ നമുക്ക് എന്ത് ചെയ്താം? മാഗ്നറ്റിക് സെപ്പറേറ്റർ എടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് വേർതിരിക്കാം വേസ്റ്റിനെ. കാരണം മാഗ്നറ്റിന് മെറ്റൽ ഒബ്ജക്റ്റ് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവുണ്ട്. സോ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് സെപ്പറേറ്റർ ഈ ഒരു ഗാർബേജിലേക്ക് വെക്കുമ്പോൾ അതിലേക്ക് മെറ്റൽ ഒബ്ജക്റ്റ് ഒട്ടിപ്പിടിക്കും. അങ്ങനെ നമുക്ക് വേസ്റ്റും ഇതും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്നതാണ്. ഉപയോഗം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മെറ്റൽ ഒബ്ജക്റ്റ് ഫ്രം ഗാർബേജ്. ഗാർബേജിൽ നിന്നും മെറ്റൽ ഒബ്ജക്റ്റ് വേർതിരിക്കാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ദി മാഗ്നറ്റ് അട്രാക്ട് ദി മെറ്റൽ ഒബ്ജക്റ്റ്. കാന്തം മെറ്റൽ ഒബ്ജക്റ്റിനെ ആകർഷിക്കുകയും ആൻഡ് സെപ്പറേറ്റ് ദം ഫ്രം ദി അതർ വേസ്റ്റ്. മറ്റുള്ള വേസ്റ്റിൽ നിന്നും ഇത് വേർതിരിക്കാൻ കഴിയുന്നതുമാണ്. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. വാട്ട് ആർ ദി മെറ്റീരിയൽസ് റിക്വയർഡ് ടു മേക്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റ്? ഇലക്ട്രോമാഗ്നറ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 38ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നാൻവി ബാറ്ററി കണക്ടർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ, സോഫ്റ്റ് അയൺ നെയിൽ പിൻസ്. ഇതൊക്കെയാണ്. ബി ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോ മാഗ്നറ്റ് മെയ്ഡ് ബൈ അനു ക്യാൻ ലിഫ്റ്റ് ഓൺലി എ നീഡിൽ. അനു തയ്യാറാക്കിയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ട് ഒരു സൂചി മാത്രമാണ് ഉയർത്താൻ കഴിയുന്നുള്ളൂ. റൈറ്റ് 1 സജഷൻ ടു ഇംപ്രൂവ് ദി പവർ ഓഫ് ദി മാഗ്നറ്റ്. ഈ മാഗ്നറ്റിൻ്റെ പവർ കൂടാൻ സഹായിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ചിത്രം. ഇവിടെ കോപ്പർ വയർ ഈ ഒരു ആണിയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. സോ ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ ഒരു നെയിൽ കാന്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കോപ്പർ വയർ ഈ ഒരു ആണിയിലൂടെ ചുറ്റിയത് കാണാം. ഇതിൻ്റെ ചുറ്റൽ ഇങ്ങനെ കൂട്ടിയാലാണ് ഇവിടെ ഇതിൻ്റെ ശക്തി കൂടുക. സോ ശക്തി കൂടാൻ, പവർ കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോപ്പർ വയർ എന്ത് ചെയ്യുക, ഒരുപാടെണ്ണം ഇങ്ങനെ ചുറ്റുക. സോ നമുക്ക് എഴുതാം, ഇൻക്രീസ് ദി നമ്പർ ഓഫ് കോയിൽസ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ എറൗണ്ട് ദി അയൺ നെയിൽ. അയൺ നെയിലിന് ചുറ്റുമുള്ള ഈ ഒരു കോപ്പർ വയറിൻ്റെ കോയിൽസിൻ്റെ എണ്ണം കൂട്ടുക. ഇനി സി ക്വസ്റ്റ്യൻ ആണ്, ദ ഇലക്ട്രോ മാഗ്നറ്റ് മെയ്ഡ് ബൈ വിനൂസ് ഗ്രൂപ്പ് ഈസ് നോട്ട് വർക്കിംഗ്. ഇലക്ട്രോ മാഗ്നറ്റ് വിനുവിൻ്റെ ഗ്രൂപ്പ് തയ്യാറാക്കിയത് വർക്ക് ചെയ്യുന്നില്ല. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? റൈറ്റ് 2 റീസൺസ്. ഇതിനുള്ള കാരണം എന്താണ്? 2 കാരണം എഴുതാനാണ്. ഇലക്ട്രോ മാഗ്നറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ വൈദ്യുതി ഉണ്ടായിരിക്കണം, ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം. എന്നപ്പോൾ ഒരു കാരണം എന്താണ്? അവിടെ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ഉണ്ടാവില്ല എന്നാണ്. പിന്നെ നമുക്ക് കോപ്പർ വയർ ശരിയായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നും എഴുതാം. സോ 2 പോയിന്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ദർ ഇസ് നോ ഇലക്ട്രിസിറ്റി. 2, ദ കോപ്പർ വയർ മേ നോട്ട് ബി കണക്റ്റഡ് പ്രോപ്പർലി. അടുത്തത് ക്വസ്റ്റ്യൻ 5 ആണ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട്. വെർട്ടിബ്രൽ കോളം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. A, B എന്ന് നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്സർവ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദി നെയിംസ് ഓഫ് ബോൺസ് മാർക്ക്ഡ് ആസ് A and B. ഇവിടെ എയും ബിയും അടയാളപ്പെടുത്തിയത് ഏതാണെന്ന് എഴുതാനാണ്. വാട്ട് ആർ ദി മേജർ ഫങ്ഷൻസ് ഓഫ് ദിസ് ബോൺസ്? ഈ ബോൺസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണെന്നും എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 47 ഇതേ പിക്ചർ തന്നെ നൽകിയിട്ടുണ്ട്. സോ ഇവിടെ വരുന്നത് സ്റ്റേർണം റിബും ആണ്. A സ്റ്റേർണം എന്നും B റിബ് എന്നും എഴുതുക. ഇതിൻ്റെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. റിബ്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ പ്രൊട്ടക്ട് ദി ഹേർട്ട് ആൻഡ് ലങ്സ് ആണ്. സ്റ്റേർണത്തിൻ്റെ ഫങ്ഷൻ ഇറ്റ് കണക്ട് ദി റിബ്സ് അറ്റ് ദി ഫ്രണ്ടിലെ റിബ്സിനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് 2 ഫങ്ഷൻസ് ഓഫ് ദി ഹ്യൂമൻ സ്കെൽട്ടൻ. ഹ്യൂമൻ സ്കെൽട്ടൻ്റെ 2 ഫങ്ഷൻസ് എഴുതുക. ആൻസർ, ഇറ്റ് പ്രൊട്ടക്ട് ദി ഇന്റേണൽ ഓർഗാൻസ്, ഇറ്റ് ഗീവ്സ് ഷേപ്പ് ടു ദി ബോഡി, ഇറ്റ് സപ്പോർട്ട്സ് ദി ബോഡി, ഇറ്റ് ഹെൽപ്സ് ഇൻ ദി മൂവ്മെന്റ് ഓഫ് ദി ബോഡി. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദി റീസൺ ഫോർ ഇറ്റ്. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റും ഒരു റീസണും നൽകിയിട്ടുണ്ട്. അത് നോക്കുക. സ്റ്റേറ്റ്മെന്റ്, ദി സ്കെൽട്ടൺ ഓഫ് ബേർഡ്സ് ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ്. ബേർഡ്സിൻ്റെ സ്കെൽട്ടന് അത്ര വെയിറ്റ് ഇല്ല എന്നാണ്, വെയിറ്റ് കുറവാണെന്നാണ് പറയുന്നത്. റീസൺ, ദ സ്കെൽട്ടൺ ഓഫ് ബേർഡ്സ് ഈസ് ഇൻകംപ്ലീറ്റ്. കാരണം പറയുന്നത് ബേർഡ്സിൻ്റെ സ്കെൽട്ടൻ പൂർണ്ണമല്ല എന്നാണ്. ബൈ എക്സാമിനിങ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദി റീസൺ ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെന്റും ഈ റീസണും നോക്കിയിട്ട് താഴെ തന്നതിൽ ഏത് ഓപ്ഷനാണ് ശരിയായത് എന്ന് നോക്കുക. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ശരിയാണത്. സ്കെൽട്ടൺ ഓഫ് ബേർഡ്സ് ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ്. ബേർഡ്സിൻ്റെ സ്കെൽട്ടന് അത്ര വെയിറ്റ് ഇല്ല. പക്ഷെ അതിനുള്ള കാരണം ഇവിടെ തെറ്റാണ്. കാരണം ഇവിടെ സ്കെൽട്ടൺ അതിൻ്റെത് പൂർണ്ണമല്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ശരി, റീസൺ തെറ്റ് എന്നതാണ് ശരി. അതായത് ഓപ്ഷൻ സി ആണ്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിൽഡ്രൻ ആർ മേക്കിംഗ് സം മോഡൽസ് വിത്ത് ക്ലേ. ചിൽഡ്രന് ക്ലേ കൊണ്ട് കുറച്ച് മോഡൽസ് തയ്യാറാക്കുകയാണ്. ദേ മേ യൂസ് വേരിയസ് ജോയിൻറ്റ്സ് ഇൻ ദെയർ ബോഡി ടു പെർഫോം ദിസ് ആക്ടിവിറ്റി. ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് അവരുടെ ശരീരത്തിലെ വ്യത്യസ്ത ജോയിൻറ്റ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. അവിടെ ആക്ടിവിറ്റി മിക്സിംഗ് ദ ക്ലേ വിത്ത് ഫീറ്റ്. കാലുകൊണ്ട് ഈ ക്ലേ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏത് ജോയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത്. പേജ് നമ്പർ 49, 50 പേജിൽ പലതരത്തിലുള്ള ജോയിൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ പഠിച്ചു വെക്കുക. ഇവിടെ ഫീറ്റ് കൊണ്ട് ക്ലേ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജോയിൻ്റ് ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ ആംഗിൾ ജോയിൻ്റ് ആണ്. അടുത്തത് ബ്രിങ്ങിങ് ദി ക്ലേ ടു ദി ടേബിൾ. ടേബിളിൻ്റെ അടുത്തേക്ക് ഈ ഒരു ക്ലേ കൊണ്ടുവരാൻ ഷോൾഡർ ജോയിൻ്റ്, എൽബോ ജോയിൻ്റ് ആണ്. അടുത്തത് മേക്കിംഗ് ഡിഫറെൻറ്റ് മോഡൽസ്. വ്യത്യസ്ത മോഡലുകൾ തയ്യാറാക്കാനായിട്ട് ഫിംഗർ ജോയിൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ഇൻഫോർമേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ. ഇവിടെ ടേബിളിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് നൽകിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ബേസ്ഡ് ഓൺ ദി ഇൻഫോർമേഷൻ ഗിവൺ ഇൻ ദി ടേബിൾ. ഇതിലേതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടേബിളിൽ തന്നിട്ടുള്ളത് തെറ്റാണ്, അത് ശരിയായിട്ട് എഴുതാനാണ്. ആദ്യത്തേത് പൈവറ്റ് ജോയിൻറ്റ്, അത് നെക്കിലാണ്. ഓക്കെ, സിയിലേക്കാണ് വരയ്ക്കേണ്ടത്. രണ്ടാമത്തേത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഷോൾഡറിലാണ് വരുന്നത്. മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ആണ്.
അടുത്ത മൂന്നാമത്തെ ഹിഞ്ച് ജോയിൻറ്റ് നീ ആണ്. ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. നമുക്ക് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് അത് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. ഹൗ കാൻ യു കൺസ്ട്രക്ട് എ മോഡൽ ദാറ്റ് വുഡ് ഹെൽപ്പ് ടു എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻ ഓഫ് ദി ഹിഞ്ച് ജോയിൻറ്റ്. ഡ്രോ എ പിക്ചർ ഓഫ് യുവർ ഡിസൈൻ. ഹിഞ്ച് ജോയിൻറ്റിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽബോയിലും നീലും കാലിൻ്റെ മുട്ടിലുള്ള ജോയിൻറ്റിനാണ്. അത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നമുക്കതിനെ മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഹിഞ്ച് ജോയിൻറ്റിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ മോഡൽ നിങ്ങൾ അവിടെ വരച്ച് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ കബോർഡിൻ്റെ പീസ് വെട്ടിയിട്ട് ഒരു ഹാൻഡിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കുക. നടുവിൽ ഒരു ഹിഞ്ച് കൊടുക്കുക. ഇവിടെ ഹിഞ്ചിൻ്റെ പ്രവർത്തനം എന്താണ്? അടയ്ക്കുക, നൂർത്തുക, ഇങ്ങനെ ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് വരുന്നുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.